നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കയ്യാർ. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും KK മനോജിനെ മാറ്റി ഉത്തരവിറങ്ങി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതേസമയം സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി DCC സെക്രട്ടറിയും കൗൺസിലറുമായ K അജിത് കുമാർ രംഗത്തെത്തി. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റിയത് മരവിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് ഭരണകക്ഷി നടത്തിയ അഴിമതി മറച്ചുവെക്കാനെന്ന ആരോപണവുമായി SAA ആസാദും രംഗത്തെത്തി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയതായി നിർമ്മിച്ച മേൽക്കൂരകളിലൂടെ വെള്ളം താഴേക്ക് ഒഴുകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. യാത്രക്കാരുടെ ഇരിപ്പിടങ്ങളിലേക്കും പ്ലാറ്റ്ഫോമിലേക്കുമാണ് മഴവെള്ളം വീഴുന്നത്. യാത്രക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതിരിക്കുവാൻ നിർമ്മിച്ച മേൽക്കൂരയാണ് യാത്രക്കാർക്ക് ദുരിതമായി മാറിയത്. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകൾ സംയുക്തമായി നടത്തുന്ന ഞാറ്റുവേല ചന്ത കർഷക സഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി യോഗവും കാർഷിക വികസന സമിതി യോഗവും നടന്നു. വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലൈംഗിക അതിക്രമ കേസിലെ പ്രതിക്ക് 66 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. വടക്കാഞ്ചേരി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ ചെറുതുരുത്തി പോലീസാണ് പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത്. കുളപ്പള്ളി ഷൊർണൂർ പാത നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലേക്ക്. ആദ്യ കരാറുകാരനെ ഒഴിവാക്കി ടെൻഡർ നടത്തി കരാറുകാരനെ കണ്ടെത്തിയെങ്കിലും ഇയാളും കരാർ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല. ഇതോടെയാണ് പാത നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിലായത്. ഇതിനിടെ മഴയിൽ റോഡിലെ കുഴികളിൽ വാഹനങ്ങൾ വീഴുന്നതും പതിവായിരിക്കുകയാണ്.